കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ഏകാഗ്രതയും ഓർമ്മയും എങ്ങനെ നിലനിർത്താം? ഏത് പരീക്ഷയ്ക്കായാലും നന്നായി തന്നെ തയ്യാറെടുക്കണം. നന്നായി പരീക്ഷയ്ക്ക് ഒരുങ്ങണമെങ്കിൽ ശരീരവും മനസ്സും ഒരേ നിലയിൽ പ്രവർത്തിക്കണം. പഠിക്കുന്ന സമയം മനസ്സ് ശാന്തമായിരിക്കണം. പഠിക്കുന്ന സമയവും അതിന് പ്രധാനമാണ്. ചിലർക്ക് രാവിലെ ഉണർന്ന് പഠിക്കുന്നതായിരിക്കും എളുപ്പമാകുന്നത്. ചിലർക്ക് രാവേറെ ഇരുന്ന് പഠിക്കുന്നതാകാം. രാവിലെയാണോ രാത്രിയിലാണോ പഠിക്കാൻ പറ്റിയതെന്ന് നിശ്ചയിക്കുന്നത് വ്യക്തിപരമാണ്. ഏത് സമയമാണ് സൗകര്യം ആ സമയം പഠനത്തിനായി മാറ്റിവെക്കുക. പഠിക്കുമ്പോൾ തുടർച്ചയായി പഠിച്ചാൽ പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇടവേളകളില്ലാതെ വായിക്കുമ്പോൾ ആ വിവരങ്ങൾ കോശങ്ങളിൽ രേഖപ്പെടുത്തുവാൻ തലച്ചോറിന് അവസരമില്ലാതായി പോവും. ബഹളങ്ങൾക്കിടയിലിരുന്ന് പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സ് വികാരഭരിതമായിരിക്കുമ്പോൾ പഠിക്കാനിരുന്നാലും പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിന് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 50 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോൾ 10 മിനിറ്റ് ഇടവേള ഉണ്ടാകുന്നത് ഏകാഗ്രത ലഭിക്കുവാൻ നല്ലതാണ്. ഈ സമയം പാട്ട് കേൾക്കുകയോ കൈവീശി നടക്കുകയോ മറ്റുള്ളവരോട് കുശലം പറയുകയോ ആകണം. പക്ഷേ 10 മിനിറ്റിലധികമാകരുത്. മനസ്സിന്റെ ടെൻഷൻ കുറയും. തലച്ചോർ ഒന്ന് ഫ്രഷ് ആകും. മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കുന്ന എൻഡോർഫിൻ പോലുള്ള നാഡീരസങ്ങളുടെ ഉത്പാദനം കൂടാൻ ഇത് സഹായകരമാകും. ഒരു വിഷയം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരുന്നാൽ ശ്രദ്ധ നിലനിർത്താൻ കഴിയില്ല. ഇടയ്ക്കിടെ വിഷയങ്ങൾ മാറി വായിക്കുന്നത് നല്ലതാണ്. വിവിധ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് തലച്ചോറിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. വിഷയങ്ങൾ മാറുമ്പോൾ പഠനത്തിന്റെ വിരസത ഒഴിവാകും. ഏകാഗ്രതയെ തടസ്സപ്പെടുത്തുന്നത് കൂടുതലും ഈ കാലത്ത് സ്മാർട്ട് ഫോണുകളാണ്. ഫോൺ കയ്യിലിരിക്കുമ്പോൾ മെസ്സേജ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിപ്പോവും. അതിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സ് പൂർണ്ണമായി മാറിക്കിട്ടില്ല. കാര്യങ്ങൾ പഠിച്ചാൽ പോരില്ലോ, ഓർമ്മയിൽ സൂക്ഷിക്കണ്ടേ? ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് തലച്ചോറിലാണല്ലോ. കാര്യങ്ങൾ നിമിഷ നേരത്തേക്കും ദീർഘനേരത്തേക്കും ഓർത്തുവെക്കാൻ തലച്ചോറിൽ വ്യത്യസ്ത രീതികളാണ് ഉപയോഗപ്പെടുത്തുന്നത്. നാം നമ്മുടെ ഫോണിൽ നോക്കി മറ്റൊരാൾക്ക് ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന സമയം മാത്രമേ ഓർമ്മയിൽ കാണൂ. പക്ഷേ നമ്പർ ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ തലച്ചോർ അതിനായി പ്രത്യേകമായ ഒരു ശ്രദ്ധ വെക്കണം. പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടി വരും. അതിനെന്ത് വേണം? പഠിക്കേണ്ട കാര്യങ്ങൾ പരീക്ഷാ നാൾ വരെ പല തവണ ശ്രദ്ധയോടെ ഉരുവിടണം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവും നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അത് മനസ്സിൽ നിൽക്കും. വായിച്ചപ്പോൾ ലഭിച്ച പുത്തൻ അറിവുകൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ അവയെപ്പറ്റി ചർച്ചകൾ നടത്തുകയോ ചെയ്താൽ മനസ്സിൽ വളരെക്കാലം നിലനിൽക്കും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന ലൈഫ് ടിപ്സിലാകട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.